അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. 4 ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പലിന് നേരെ പ്രയോഗിച്ചു. കപ്പലിന് നേരെയുള്ള ഇറാന്റെ 4 ആക്രമണങ്ങളും പ്രതിരോധിച്ചുവെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇസ്രായേലിലെ ഭൂഗർഭ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 57 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒറ്റ ആക്രമണത്തിൽ 48 ഇറാനിയൻ കമാൻഡർമാരെ ഇല്ലാതാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനിടെ തെഹ്റാനിലെ ആക്രമണത്തിൽ ഇറാൻ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദും കൊല്ലപ്പെട്ടതായി വിവരം പുറത്തുവരികയാണ്. MCA നാസർ വിവരങ്ങളുമായി ചേരുന്നു. MCA, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ചില അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ ആധികാരികത എത്രത്തോളമുണ്ട്? അതോടൊപ്പം തന്നെയാണ് എബ്രഹാം ലിങ്കണെതിരെയുള്ള ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ എബ്രഹാം ലിങ്കണെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തു, അത് ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണം വല്ലതും ഇതുവരെ വന്നിട്ടുണ്ടോ? മഹേഷ്, അഹമ്മദ് നിജാദ് ഇറാന്റെ മുൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതായിട്ട് ജെറൂസലം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ചില വാർത്തകൾ, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നടന്ന ശനിയാഴ്ച കാലത്ത് നടന്ന തെഹ്റാനിലെ ആ ആക്രമണത്തിലാണ് അഹമ്മദ് നിജാദും കൊല്ലപ്പെട്ടതെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ ഇറാൻ നേതൃത്വമോ ഇറാൻ മാധ്യമങ്ങളോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കണമെങ്കിൽ സമയമെടുക്കും. കാരണം അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇതുവരെയും ഈ വാർത്തയുടെ ഭാഗമായിട്ടും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈനിക നേതൃത്വത്തിലുള്ളവരാണ് അധികവും കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അഹമ്മദ് നജാദ് പിന്നെ കൊല്ലപ്പെട്ടു എന്ന ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ ഇറാൻ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ലഭിക്കാൻ. മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് കടലിലേക്ക് അല്ലെങ്കിൽ ഈ സമുദ്ര മേഖലയിലേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് പുറത്തുവരുന്നത്. എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്കാണ് 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് അയച്ചത്. 4ഉം ലക്ഷ്യത്തിൽ എത്തിക്കാനും അത് പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കാനും സാധിച്ചു എന്നാണ് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നത്. പക്ഷേ US സെൻട്രൽ കമാൻഡ് വെളിപ്പെടുത്തുന്നത് ആക്രമണം നടന്നു, ആക്രമണം വളരെ ഫലപ്രദമായി തന്നെ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു, കപ്പൽ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണ്, അതിന് മറ്റൊരു തടസ്സങ്ങളുമില്ല, കപ്പൽ അതിന്റെ ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. അതേസമയം അവർ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് വിലപ്പെട്ട 3 സൈനികരെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ഇറാന്റെ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് സൈനിക നേതൃത്വം അറിയിക്കുന്നുണ്ട്. 5 സൈനികർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. നിസ്സാര പരിക്കേറ്റ നിരവധി സൈനികരുണ്ട് എന്ന് കൂടി അമേരിക്കൻ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നോ എത്ര സൈനികർക്ക് പരിക്കേറ്റു എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഗൾഫ് സമുദ്രഭാഗങ്ങളിൽ കൂടുതൽ സംഘർഷം കനക്കുകയാണ്. ഇന്നിപ്പോൾ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതിലൊരു കപ്പൽ ഈ ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്ന് ആ ഭാഗത്തുകൂടെയുള്ള പിന്നെ ചരക്ക് കടത്ത് ഏറെക്കുറെ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ, MSC ഉൾപ്പെടെയുള്ള ഷിപ്പിംഗ് കമ്പനികൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് പിന്നെ ഓർഡർ എടുക്കുന്ന ആ പ്രക്രിയയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് MSC അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചരക്ക് കടത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളെ സുരക്ഷിത മാർഗത്തിലേക്ക്, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കവും ഷിപ്പിംഗ് കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഒരു വലിയ സംഘർഷം, സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയേൽപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഈ ചരക്ക് കടത്ത് പിന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈനംദിന ജീവിതത്തെ പോലും ആളുകളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളും തിരക്കിട്ട രീതിയിൽ നടക്കുന്നുണ്ട്. ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുടെ ഓൺലൈൻ യോഗം ഇന്ന് രാത്രി ചേരും. അത് പ്രധാനമായിട്ടും അതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറാൻ തുടർച്ചയായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളാണ്. അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ, ഇറാന് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനായിരിക്കും ഗൾഫ് വിദേശകാര്യമന്ത്രിമാർ ഈ ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ
മേഖലയുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി പരിഹരിക്കാൻ, ഈ പ്രതിസന്ധി കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചില നീക്കങ്ങൾ അവർ നടത്തുന്നത്. അല്പം മുമ്പ് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ സംഘർഷം ലഘൂകരിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യണമെന്നൊരു തീർപ്പോട് കൂടിയാണ് ആ സംസാരം അവസാനിപ്പിച്ചതെന്നുകൂടി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അല്പം മുമ്പ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും സംഘർഷവുമായി ബന്ധപ്പെട്ട പരമാവധി ലഘൂകരിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് ഇരു മന്ത്രിമാരും ചർച്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ അവസാന ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ തങ്ങൾക്ക് ഇറാനിലുണ്ട്. അതുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വരെ ഈ ആക്രമണ പദ്ധതിയുമായിട്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന ഒരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് ഒരു ഭരണമാറ്റം തന്നെയാണ്. ആ ഭരണമാറ്റത്തിന് അനുകൂലമായിട്ട് ജനങ്ങളെ തെരുവിലിറക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പേർഷ്യൻ ഭാഷയിലാണ് അവർ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് മികച്ച ഒരു അവസരമാണ്. നിലവിലുള്ള ഈ പൗരോഹിത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും, അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ കൂടെ നിൽക്കുമെന്ന ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ട്രംപും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സൈനികമായിട്ട് ഇറാനെ ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ അതിൻ്റെ ശേഷി പൂർണ്ണമായിട്ടും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് ഊന്നിക്കൊണ്ട് ആണവ പദ്ധതികൾക്ക് നേരെ അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നേരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതികൾ കൂടി വരും ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആവിഷ്കരിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒരുപക്ഷേ ദിവസങ്ങൾ തന്നെ